200 സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് 2 ഇക്വേഷൻസ് ആണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നത് ലെസ് ടു ചെയ്യാനായിട്ട്. ഒന്ന് സ്മോൾ ഫ്രണ്ടിനകത്തുള്ളതും അതുപോലെ തന്നെ ബിഗ് ഫ്രണ്ടിനകത്തുള്ളതും. സ്മോൾ ഫ്രണ്ടിനകത്ത് എങ്ങനെ ആയിരുന്നു? -5 ആഡ് 3 ആയിരുന്നു അല്ലേ? -5 ആഡ് 3. എന്നാൽ ബിഗ് ഫ്രണ്ടിനകത്ത് എങ്ങനെ ആയിരുന്നു? ലെസ് ടു ചെയ്യണമെന്നുണ്ടെങ്കിൽ -10 ആഡ് 8 ആണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. 200 സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ റെഡി അല്ലേ? റെഡിയാണല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ നോക്കും ലെസ് ടു ചെയ്യാനായിട്ട് ഇതിനകത്ത് സ്മോൾ ഫ്രണ്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. പോസിബിൾ അല്ല, കാരണം സ്മോൾ ഫ്രണ്ട് ആഡ് ചെയ്ത് കിടക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ബിഗ് ഫ്രണ്ടിലോട്ട് വരികയാണ്. ബിഗ് ഫ്രണ്ടിൽ നമുക്കറിയാം ലെസ് ടു ചെയ്യണം എന്നുണ്ടെങ്കിൽ -10 ആഡ് 8. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആഡ് 8 ചെയ്തു വെച്ചു. ഇതിനകത്ത് നമുക്ക് ആഡ് 10 ചെയ്യണം. ഈ ലൈനിൽ നമുക്ക് ആഡ് 10 ആഡ് 10 -10 ആഡ് 8 ചെയ്യേണ്ടത്. -10 ആഡ് 8 ഇത് 0 കിടക്കണേ. ഇതിൽ -10 ചെയ്യാനായിട്ട് പോസിബിൾ അല്ല, പക്ഷേ ഇതിനകത്ത് 8 ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ 8 അവിടെ ചെയ്തു വെച്ചു. ഇനി ഇതിനകത്ത് -10 ചെയ്യണം. അപ്പോൾ നമ്മൾ -10 ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? -1 ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്തേ? -1 ചെയ്യാനായിട്ട് നമ്മൾ ഈ ലൈനിൽ -1 ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? -10 ആഡ് 9 ചെയ്തിരുന്നത് അല്ലേ? അപ്പം ഈ റോഡിലേക്ക് എത്തുമ്പോഴോ -10 ആഡ് 9 എന്നുള്ളത് -100 ആഡ് 99 മാറുന്നുണ്ട്. നമ്മൾ പഠിച്ച സെയിം സ്ട്രാറ്റജി തന്നെയാണ്, അതിനൊന്നും യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. ഈ റോഡുകൾ ഇങ്ങനെ മാറിയപ്പോൾ ആ ഒരു പറയുന്ന നമ്പേഴ്സിന് ഒരു 0 കൂടിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ എത്രയായി? 200ൽ നിന്ന് 2 ലെസ് ചെയ്ത് പോയപ്പോൾ 198 ആയി മാറി. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യാൻ പോവാണ് -2 ചെയ്തു. സിമ്പിളായിട്ട് -2 ചെയ്തു. ഇനി നമുക്ക് സിമ്പിൾ അല്ല, അത്ര വലിയ സിമ്പിൾ അല്ല അല്ലേ -2 ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? -5 ആഡ് 3 ചെയ്തു. ദെൻ -2 ദെൻ -10 ആഡ് 8.